ഹായ് ഫ്രണ്ട്സ്, ഇൻറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നൈറ്റീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു നൈറ്റിയാണിത്. എൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വൈറ്റ് യോക്ക് ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് 290 സെൻറ്റിമീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ തുണീനെ ഇതുപോലെ നിവർത്തിയിടാം. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതിനെ 4 ആക്കി ഇതുപോലെ നീളത്തിൽ മടക്കിയിരിക്കുകയാണ്. ഒരു സൈഡിൽ 2 ഓപ്പണിംഗ് സൈഡും മറ്റേ ഭാഗം അടങ്ങിയതുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തുണീനെ മടക്കാം. ഇവിടെ വീതി 34 ഇഞ്ചാണ്. ഇനി നമുക്ക് നൈറ്റീൻ്റെ ഇറക്കം, ടോട്ടൽ ഇറക്കം എത്രയാണ്, തയ്യൽത്തുമ്പ് അടക്കം എത്രയാണ് നമുക്ക് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. 33 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്, പ്ലസ് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ്, അങ്ങനെ 56 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിത് മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടുത്തെ യോക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ഇഞ്ച് വരെ എടുക്കാം. ഇതുപോലെ ലൈൻ വരച്ചിട്ട് ആദ്യം നമുക്ക് യോക്കിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ബാക്കി താഴേക്ക് അത് മൈനസ് ചെയ്തിട്ടുള്ളതാണ് സ്കേർട്ടിൻ്റെ ഭാഗം വരണത്. അതായത് 9 ഇഞ്ച് മൈനസ് 56 ഇഞ്ച്, അതാണ് സ്കേർട്ടിൻ്റെ ഭാഗം കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യോക്ക് ഭാഗത്തു നിന്നാണ് ഞാൻ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഭാഗം, ഫ്രണ്ടും ബാക്കും ആണ് അതുപോലെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ യോക്ക് പോർഷനും അതിന് വേണ്ടിയുള്ള വൈറ്റ് പീസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും ബാക്കിയെല്ലാം മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മടങ്ങിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഷോൾഡറിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 14 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യണത്. അത് ഞാൻ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യാറ്. ഇനി ഇവിടുത്തെ കൈക്കുഴീൻ്റെ ഇറക്കമാണ് 8 ഇഞ്ചാണ് കൈക്കുഴീൻ്റെ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത്. അത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. അത് നമുക്കിവിടെ 11 ഇഞ്ചിന് അടയാളപ്പെടുത്താം. അതായത് 44 ഇഞ്ചിൻ്റെ പകുതി, 44 ഇഞ്ചിൻ്റെ 4/1, അത് വേണം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. പകുതിയല്ല, 4/1 വേണം എല്ലാത്തിനും ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് XXL സൈസ് വരുന്ന നൈറ്റിയാണ്. അപ്പോൾ ഇതിൽ 42 XXL. അപ്പോൾ ഞാൻ ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് 44 എടുത്തേക്കണത്. അളവ് വരുന്നത് XXL തന്നെയാണ്. ഇനി ഇവിടുന്ന് കൈക്കുഴീൻ്റെ ഇവിടേക്ക് ഒരു ഷേപ്പിന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതുപോലൊരു ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ലീവിനുള്ളതാണ്. അപ്പോൾ അവിടെ സ്ലീവിൻ്റെ നമുക്ക് ടോട്ടൽ 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് എനിക്ക് വരണത്. അപ്പോൾ ഞാനതവിടെ 6 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതുപോലെ നോക്കാം. ഇനി ഈ താഴേക്ക് അവിടുത്തെ ആ സ്ലീവിൻ്റെ താഴത്തെ ഒരു ഭാഗത്തെ വീതി ഉണ്ടല്ലോ, അത് നമുക്ക് 3.5 ഇഞ്ചും കൂടി കിട്ടണം. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ലെങ്ത്താണ് ഇനി മാർക്ക് ചെയ്യാനുള്ളത്. അത് ഞാൻ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. നമുക്കത് സ്ക്വയർ ഷേപ്പ് കൊടുക്കാം. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കണത്. തയ്യൽത്തുമ്പ് അടക്കം 8 ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് വേണ്ടത്. ഇനി നമുക്ക് താഴെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതി എടുക്കുക. അതായത് തയ്യൽത്തുമ്പ് അടക്കം നമ്മൾ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുകയാണ്. അത് നമുക്ക് ജസ്റ്റ് ആ ഒരു കേർവ് ഷേപ്പ് അത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യണത്. എന്നിട്ട് അത് ആ തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് ഇതുപോലെ ഷേപ്പിലൊന്ന് വരയ്ക്കാം. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൈക്കുഴീൻ്റെ ആ ഭാഗത്തു നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം വെട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ റെഡിയാക്കി. അപ്പോൾ ആ യോക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ 2 പീസ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാണ്. താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അത് നമ്മൾ മടക്കി തയ്ക്കാനാണ്. എന്നിട്ട് ഇവിടുന്ന് ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ഇനി ഇവിടുത്തെ താഴത്തെ ഈ ഒരു വീതി വരണത് 2.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് അതിൻ്റെ പകുതി എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് ആ ഒരു പോയിന്റിലേക്ക് മുട്ടിച്ചിട്ട് ഷേപ്പ് കൊടുക്കാം. ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഷേപ്പിൽ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ആ യോക്ക് ഭാഗം നമ്മൾ മുന്നേ കട്ട് ചെയ്തിരുന്ന യോക്ക് പീസിൻ്റെ ഒരു മടങ്ങിയ ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിലെ ആ സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി ബാക്ക് പീസ് ഇതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ ബാക്ക് പീസിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നെക്ക് അതുപോലെ തന്നെ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 4 ഇഞ്ചാണ് ബാക്കിൽ ഞാൻ നെക്ക് കൊടുക്കുന്നത്. ആ നെക്കിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു വൈറ്റ് പീസ് വെക്കുന്നുണ്ടല്ലോ, ഒരു സ്ക്വയർ പീസ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഇതുപോലെ 2 പീസ് തുണിയാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇനിയും മടക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ ആ യോക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി. ലെങ്ത്ത് 5 ഇഞ്ചാണ് ഫ്രണ്ടിലത്തെ. അപ്പോൾ ഈ വൈറ്റ് പീസ് 2 എണ്ണം ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഇഞ്ചാണ് ആ യോക്കിൻ്റെ വീതി ഞാൻ എടുക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അത് 1/2 ഇഞ്ച് നെക്കിൻ്റെ അവിടെ തയ്ക്കാനും 1/2 ഇഞ്ച് ഇത് ഭാഗം മടക്കി തയ്ക്കാനുമാണ്. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ചിൽ നമ്മൾ ഇത് ഫുള്ളും ഇതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് റൗണ്ടാണ് വേണ്ടെങ്കിൽ അതനുസരിച്ച് റൗണ്ട് ഷേപ്പിൽ വരയ്ക്കാം. സ്ക്വയർ ആകുമ്പോൾ ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കത് ഫുള്ളും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തത്തെ ഭാഗങ്ങളെല്ലാം അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് മറിച്ചിടുക. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കണ പോലെ നിങ്ങൾ അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഉൾഭാഗം സ്റ്റിച്ച് ചെയ്യരുത്. നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഉള്ളിൽ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന് മുന്നായിട്ട് നമ്മൾ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നൂലൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ യോക്ക് ഭാഗം വയ്ക്കുകയാണ്. വയ്ക്കുമ്പോൾ ഈ യോക്ക് പീസിൻ്റെ റോങ് സൈഡിൽ വേണം ഈ ഒരു വൈറ്റ് പീസ് വയ്ക്കേണ്ടത്. ഇതുപോലെ തന്നെ വെച്ചിട്ട് നെക്ക് അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഞാൻ ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടാം. ഇനി ഞാൻ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ഇത്ര തുണിയാണ് നമുക്ക് ബാക്കി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബാക്ക് പീസിൽ തയ്ക്കാനാണ് നെക്കിൻ്റെ ഭാഗം. ഇതിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക് പീസിൽ ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് ഭാഗത്ത് നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് പീസിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അടിക്കുമ്പോൾ ലേസും പിന്നെ ക്ലോത്തിന്മേയും നമുക്ക് അടിച്ച് ഇതുപോലെ പോകാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ളും ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തുണീനെ ഇതുപോലെ നിവർത്തിയിടാം. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ സ്കേർട്ട് പോർഷൻ എടുക്കുക. അതിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അവിടെ നമുക്ക് ആ കൈക്കുഴീൻ്റെ ബാക്കി ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്കേർട്ടിൻ്റെ 2 ഭാഗത്തും 4 കട്ടിങ് ഇതുപോലെ കിട്ടും. ഇനി ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ചുരുക്കിടാൻ വേണ്ടി സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്കേർട്ടും ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഇതുപോലെ ടോപ്പിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാം. ഇനി ഈ തുണീനെ ഇതുപോലെ റോങ് സൈഡിൽ എടുത്തിട്ട് നമുക്ക് 2 സൈഡ് ഭാഗവും ജോയിൻ ചെയ്യാനുള്ളൂ. അപ്പോൾ സ്ലീവിൻ്റെ അവിടുത്തെ 1 എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അറ്റം വരെ ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് പോവാണ്. ഇനി താഴെ ഇതുപോലെ നമ്മളൊന്ന് മടക്കി തയ്ക്കുക. എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വന്നിരുന്നത് അത് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം മടക്കി തയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വൈറ്റ് പീസ് എങ്ങനെയാണ് തയ്ച്ചതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.